ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു അട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ലഞ്ചിന് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയൊരു അടയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ അടയാണ്. ചിക്കനോ ബീഫൊക്കെ വെച്ച് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കണത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനൊരു 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കണ നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കുക. പൊടി നന്നായിട്ട് കുഴച്ചവിടെ മാറ്റി വയ്ക്കാം. ഇനി ഉള്ളിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് ചിക്കനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കൈ വെച്ചൊന്ന് പിച്ചി ചീന്തി മിക്സിയിലൊന്ന് അടിച്ച് നമ്മൾ കട്ട്ലേറ്റിനെ ക്രഷ് ചെയ്തെടുക്കണം. ആക്കണ്ട, കൈ കൊണ്ടൊന്ന് പിച്ചി ചീന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ഈ മസാലയും ചിക്കനൊക്കെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ അതിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് വലിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഇലയിൽ അടക്കി മാവ് പരത്തണ മാതിരി മാവ് പരത്തിയെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് അടച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കുക. ഈ ചിക്കന് പകരം നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാം. നന്നായി പ്രസ് ചെയ്ത് അടച്ച് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. എല്ലാവരുടെയും ഒരുമിച്ചിട്ടിട്ട് വേവിക്കേണ്ട 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി തരാൻ പറയും. അത്രയും ടേസ്റ്റാണ് ഈ അട. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.